ആലപ്പുഴയിലേക്ക് കൂടി പോകാം. ആലപ്പുഴയിൽ നിന്ന് ഷാജഹാൻ കൂടി ചേരുന്നുണ്ട്. ഷാജഹാൻ, ആലപ്പുഴയിലെ ഇന്നത്തെ സ്ഥിതി എന്താണ്? മഴയുണ്ടോ? മഴയ്ക്ക് ശമനമുണ്ടോ? നമുക്കറിയാം കുട്ടനാടൊക്കെ പെട്ടെന്ന് വെള്ളം കയറുന്ന സ്ഥലമാണ്. അവിടെ നിന്നുള്ള വിവരങ്ങൾ എന്തൊക്കെയാണ്? അവന്തിക, കുട്ടനാട് അത്ര അപകടകരമായിട്ടുള്ളൊരു നിലയിലേക്ക് വന്നിട്ടില്ല. പക്ഷേ തീരദേശ മേഖലയിലൊക്കെ തന്നെ ശക്തമായിട്ടുള്ള കടലാക്രമണമുണ്ട്. ഞാനിപ്പോൾ നിൽക്കുന്നത് അപ്പർ കുട്ടനാടൻ മേഖലയിലാണ്. കാര്യം ഇവിടെയാണ്, ഇത് ഉൾനാടൻ പ്രദേശമാണ്. ഇവിടെയാണ് ഏറ്റവും പെട്ടെന്ന് വെള്ളം കയറുന്ന ഒരു പ്രദേശമാണ്. പക്ഷേ കാര്യമായ രീതിയിൽ വെള്ളം ഇങ്ങ് എത്തിയിട്ടില്ല. കാര്യം 2 ദിവസം കഴിയുമ്പോൾ സ്ഥിതി ഇതായിരിക്കില്ല. കാര്യമായ രീതിയിൽ കിഴക്ക് നിന്നുള്ള വെള്ളം കുട്ടനാടിൻ്റെ ഉൾപ്രദേശങ്ങളിലേക്കൊക്കെ ഒഴുകിയെത്തും. അപ്പോൾ ഈ ഗതാഗതം, ഇപ്പോൾ ഞാൻ നിൽക്കുന്ന ഈ പ്രദേശമൊക്കെ പൂർണ്ണമായിട്ടും വെള്ളത്തിലാവും. ഇവിടെയൊക്കെ തന്നെ ഒരു 4 അടി 5 അടി താഴ്ചയിൽ വെള്ളം ഉണ്ടാവും റോഡിൽ. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഗതാഗതം പൂർണ്ണമായിട്ടും തടസ്സപ്പെടുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടാവും. പക്ഷേ നിലവിലെ സാഹചര്യത്തിൽ അതെ, വെള്ളം കയറിയാ? എങ്ങനെയുണ്ട് കിഴക്കോട്ട്? വെള്ളമുണ്ട്. ഇവിടുന്ന് ഇച്ചിരി അങ്ങോട്ട് മാറിയ ഒരു ഇഷ്ടിയക്കളമുണ്ട്, അവിടെയുണ്ട്. പിന്നെ കളങ്ങര ഉണ്ട്. വെള്ളം കാര്യമായിട്ട് വന്നിട്ടില്ല. കിഴക്കൻ വെള്ളം എത്തിയിട്ടില്ലല്ലേ? കിഴക്കൻ വെള്ളമോ? പിന്നെ നല്ല വെള്ളമാണ്. ഈ തട്ട കയറും വെള്ളം കയറും. 2 ദിവസം കൂടെ കഴിയുമ്പോൾ നല്ല രീതിയിൽ വെള്ളം വരും. ഞങ്ങളുടെ വീടിനോട് മൊത്തം വെള്ളം. ഞങ്ങൾ കണ്ടത്തിനടുക്കാണ് താമസിക്കുന്നത്. അതുകൊണ്ട് അമ്മേനെയും കൊണ്ട് രക്ഷപ്പെടുക പറ്റത്തില്ല. ബന്ധു വീട്ടിലേക്ക് പോകാൻ കല്യാണം കഴിച്ചത് ഇവിടെ. അമ്മ വീട്ടിലൊറ്റയ്ക്ക് എടുത്തോ ഇല്ല. ഞങ്ങൾ കണ്ടത്തിനടുക്കായതുകൊണ്ട് വെള്ളത്തിൽ ഇറങ്ങണേ കേരളോട്ട്. അവന്തിക, പല വീടുകളും വെള്ളം കയറുന്നൊരു സ്ഥിതിയാണ്. അതിന് മുൻപായിട്ട് ആളുകളൊക്കെ തന്നെ അവിടെ നിന്നും മാറി താമസിക്കുന്നതിനുള്ള തയ്യാറെടുപ്പുകൾ എടുക്കുന്നതായിട്ടാണ് നമ്മളിപ്പോൾ യാദൃച്ഛികമായിട്ടാണെങ്കിലും അവർ കണ്ടപ്പോൾ അവർ പറഞ്ഞത്. എന്തായാലും ഈ ജലനിരപ്പ് ഉയർന്നു വരുന്നുണ്ട് കുട്ടനാട്ടിൽ. താഴ്ന്ന പ്രദേശങ്ങളിലൊക്കെ വെള്ളം കയറിയിട്ടുണ്ട്. അപ്പർ കുട്ടനാടൻ മേഖലയിൽ കാര്യമായിട്ട് വെള്ളം വന്നിട്ടില്ല. പമ്പ, അച്ചൻകോവിലാർ, അതിൻ്റെ കരകളിൽ താമസിക്കുന്നവർക്ക് കാര്യമായ രീതിയിൽ വെള്ളം ഉയർന്നു വരുന്നൊരു സാഹചര്യമായതുകൊണ്ട് തന്നെ അവർക്കൊക്കെ അവിടെ നിന്ന് മാറേണ്ട ഒരു സാഹചര്യമുണ്ട്. പക്ഷേ ഈ 2018 ശേഷം നമ്മൾ ഈ തോട്ടപ്പള്ളി സ്പിൽവേയിലൂടെ വെള്ളം കടലിലേക്ക് ഒഴുകിപ്പോകുന്നത് കൊണ്ട് തന്നെ കുട്ടനാടിനെ കാര്യമായി ബാധിക്കാതിരിക്കുകയാണ്. 3-4-5-8 വർഷമായിട്ട് അത് വളരെ കാര്യമായ രീതിയിൽ അത് ഫലപ്രദമായി നടപ്പിലാകുന്നുണ്ട്. കാര്യമായ രീതിയിൽ വെള്ളം കയറുന്നില്ല. അതല്ല എങ്കിൽ തോട്ടപ്പള്ളി വഴി വെള്ളം പോകാതിരിക്കുകയും കുട്ടനാട്ടിൽ ജലനിരപ്പ് ഉയരുന്ന ഒരു സാഹചര്യമായിരുന്നു പൊതുവെ നമുക്ക് കാണാൻ കഴിയുമായിരുന്നത്. എന്തായാലും 11-12 ക്യാമ്പുകൾ തുറന്നിട്ടുണ്ട്. ഏതാണ്ട് 1000-ത്തിനടുത്ത ആളുകളെ ക്യാമ്പുകളിലേക്ക് മാറ്റി പാർപ്പിച്ചിട്ടുണ്ട്. തീരദേശ മേഖലയിലും കടുത്ത കടലാക്രമണമൊക്കെ ഉണ്ട്. അവിടെയും വളരെയധികം ഗുരുതരമായ സ്ഥിതിയാണ്. ഇതിൻ്റെ 10-25ഓളം വീടുകൾ ഏത് സമയവും കടൽ കയറി നഷ്ടപ്പെടാനുള്ള സാഹചര്യമാണ് കാണുന്നത്. ഞാനിപ്പോൾ നിൽക്കുന്നത് ഈ പ്രദേശം എടത്വയാണ്. നമുക്ക് കാണാം, ഇത് കായലല്ല, ഇത് പാടമാണ്. ഈ പാടത്ത് ഒക്കെ തന്നെ വെള്ളം കയറി കിടക്കുന്ന ഒരു സ്ഥിതിയാണ്. ഈ പാടത്തിൻ്റെ കരകളിലൊക്കെ തന്നെ നിരവധി ആളുകൾ താമസിക്കുന്നുണ്ട്. അവിടെയൊക്കെ തന്നെ വെള്ളം കയറിയിട്ടുണ്ട്. പക്ഷേ കുട്ടനാട്ടുകാരെ സംബന്ധിച്ചിടത്തോളം ഈ വെള്ളവും ഒന്നും ഒരു പ്രശ്നമല്ല എങ്കിൽ പോലും ഈ സ്ഥിതി തുടർന്ന് കിഴക്ക് നിന്ന്, അതായത് പത്തനംതിട്ട, കോട്ടയം ആ ഭാഗങ്ങളിൽ നിന്നുള്ള വെള്ളം കൂടുതലായിട്ട് കുട്ടനാട്ടിലേക്ക് എത്തിക്കഴിഞ്ഞാൽ കുട്ടനാട്ടിലെ സ്ഥിതിയും കുറച്ചുകൂടി അപകടകരമായ ഒരു സാഹചര്യത്തിലേക്ക് പോകാനാണ് സാധ്യത നിലവിൽ. ശരി, ഷാജഹാനാണ് ആലപ്പുഴയിൽ നിന്നുള്ള വിവരങ്ങൾ നൽകിയത്.